കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ രീതിയിൽ ചൂര മുളകിട്ടതിൻ്റെ റെസിപ്പിയുമായാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ഒന്ന് പൊട്ടിയതിന് ശേഷം പിന്നീട് നമുക്കിതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 15 അല്ലി ചെറിയ വെളുത്തുള്ളിയും പിന്നീട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് ചേർത്ത് ഒരു 2-3 മിനിറ്റ് സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വന്നതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഇവിടെ ഞാൻ 20 അല്ലി ചെറിയുള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലിൽ വെച്ചൊന്ന് ചതച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും ഉള്ളിയെല്ലാം ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ടാവും. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 4 പച്ചമുളക് നീളത്തിൽ കീറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. ഈ മസാലകൾ ചേർത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് മസാല മൂത്ത് വരുന്ന സമയം വരെ നന്നായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുളി ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ അടുത്ത അടുപ്പിൽ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുടംപുളി ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന ദിവസം തന്നെ ആ മീനെല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതാണ്. സാധാരണ ചൂരക്കറി വെക്കുന്ന സമയത്ത് അടുത്ത ദിവസം എടുക്കുന്ന സമയത്താണ് ആ മീനിൻ്റെ കഷ്ണങ്ങളിലെല്ലാം നന്നായി പുളിയെല്ലാം പിടിച്ചു കിട്ടുക. അപ്പോൾ നിങ്ങൾ അതിന് പകരമായിട്ട് ഇതേപോലെ കുടംപുളി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ദിവസം തന്നെ നല്ലവണ്ണം പുളിയെല്ലാം കഷ്ണത്തിൽ പിടിച്ചു കിട്ടുന്നതാണ്. ഒരു ദിവസം നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിയെല്ലാം നന്നായിട്ട് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ചൂര മീനിൻ്റെ കഷ്ണങ്ങൾ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മീൻ കഷ്ണങ്ങൾ നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വിനാഗിരി ചേർത്ത വെള്ളത്തിൽ കുറച്ച് സമയം മുക്കി വെച്ചതിന് ശേഷം അതിലെ വെള്ളമെല്ലാം ഒരു സ്ട്രെയിനറിലേക്ക് ചേർത്ത് കളഞ്ഞതിന് ശേഷമാണ് പീസ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 750 ഗ്രാം ചൂര മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ മസാലയെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മീൻ കഷ്ണങ്ങൾ കുറവാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മസാലകൾ ചേർത്ത് കൊടുത്താൽ മതി. ചൂര മീൻ കറി വെക്കുന്ന സമയത്ത് കൂടുതലും ചെറിയ പീസാക്കി കട്ട് ചെയ്യുമ്പോഴാണ് ആ കഷ്ണങ്ങൾക്കെല്ലാം ആവശ്യത്തിന് എരിവും പുളിയും എല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചൂരമീൻ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കാറ്. അതിനുശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത ശേഷം നന്നായിട്ട് തിളച്ച് വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഞാനിത് ഇവിടെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചട്ടി ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഒന്നുകൂടെ കവർ ചെയ്ത് 10 മിനിറ്റ് സമയം കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ലിഡ് ഓപ്പൺ ചെയ്ത്
ഒരു നുള്ള് ഉലുവ പൊടിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഒന്ന് ചട്ടി ചുറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് തവയിട്ട് ഇളക്കാൻ പോയാൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. അതുകൊണ്ട് മീൻ കഷ്ണങ്ങൾ കുക്കായതിനു ശേഷം ഈ രീതിയിലൊന്ന് ചട്ടി ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമാണ് ഞാനിത് സെർവ് ചെയ്യാനായി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള ചൂര മുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഈ രീതിയിൽ എല്ലാ മീനും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.